നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കുമരകം കരിമഠത്താണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ഥലത്ത് ഒരു 5 വയസ്സുകാരൻ പാലത്തിൽ നിന്ന് സ്കൂളിലേക്ക് പോകവേ പാലത്തിൽ നിന്ന് താഴെ വീണ് ഒരു അപകടമുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആ കുഞ്ഞിന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. തൊട്ടടുത്ത ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുഞ്ഞിനെ എത്രയും വേഗം രക്ഷിച്ചതിനാൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഒഴിവായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ പാലത്തിലാണ് നമ്മളുള്ളത്. ആ പാലത്തിൻ്റെ അവസ്ഥ ആദ്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പാലം. ഈ ഒരു പാലം വഴിയാണ് ആ കുഞ്ഞ് സ്കൂളിലേക്ക് പോകവേ തെന്നി താഴെ വെള്ളത്തിലേക്ക് വീണത്. ഈ ഒരു പ്രദേശവാസികളുടെ ഏക ഒരു ആശ്രയം, ഒരു വഴിയാണ് ഈ ഒരു പാലം. കുഞ്ഞുങ്ങൾക്ക് വളരെ ദൂരം നടന്ന് ഈ ഒരു പാലത്തിലൂടെ കടന്നു വേണം ഇവിടെ കരിമഠം സ്കൂളിലേക്ക് എത്താൻ. ആ ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കൈവരി, മറു സൈഡിൽ കൈവരി ഒന്നും തന്നെയില്ല. വെറും പലകത്തടികൾ കൊണ്ട് അടുക്കി കെട്ടിവെച്ചിരിക്കുന്ന ഒരു പാലമാണിത്. അതിൻ്റെ തൂണുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, വളരെയധികം ദ്രവിച്ച് ഇരിക്കുന്ന 4 തൂണുകളിലാണ് ഈ ഒരു പാലം നിൽക്കുന്നത്. ഏത് നിമിഷം വേണേലും നിലം പൊത്താവുന്ന തരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഈ കരിമഠം പ്രദേശവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അവർക്കൊരു വഴിയില്ല, ഒരു പാലമില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് എത്തിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു പ്രദേശവാസികൾ, ആ വെള്ളത്തിൽ വീണ കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചി, എന്തായിരുന്നു സംഭവം? കുഞ്ഞെങ്ങനെയാണ്? ഇന്നലെ ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് വരുക. ഇന്നലെ എല്ലാം മിനിഞ്ഞാന്നായിരുന്നു സംഭവം ഉണ്ടായത്. രാവിലെ ഞങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നിച്ച് കയറി വരുന്ന വഴിക്ക് ഇവൻ ആ പാലത്തിൻ്റെ സൈഡിൽ തട്ടുകയും കൈവരിയിൽ നിന്ന് നേരെ താഴോട്ട് പോകുകയായിരുന്നു ചെയ്തത്. ഇന്നലെ ഇവിടെ പിന്നെ പണിക്കാരുണ്ടായിരുന്നു. പണിക്കാരാണ് ഓടി വന്ന് രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു പാലത്തിലൂടെയാണോ സ്ഥിരം പോയി വരുന്നത്? രാവിലെ ഞങ്ങൾ കൊണ്ടുവന്ന് ആക്കും, വൈകുന്നേരം ഇതുപോലെ തിരിച്ചു കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ വളരെയധികം ഭയമായിരിക്കും. പിന്നെ ഭയമാണ് തീർച്ചയായിട്ടും. കുഞ്ഞ് ഇന്നലെ സ്കൂളിൽ വന്നില്ലായിരുന്നു, പാലത്തെ കയറാൻ പേടിയാണ്. പിന്നെ ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ വന്നില്ല. ഇന്നിപ്പം എനിക്ക് പാലത്തെ കയറണ്ട, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് അടുത്ത് വന്നാണ് മോനെന്നും പറഞ്ഞ് ഞങ്ങൾ വള്ളത്തെ അക്കരെ ഇറങ്ങിയിട്ട് അങ്ങ് നടന്നു വരുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂളിലേക്ക് വരാനായിട്ട് ഈ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വള്ളത്തെ പോരാനായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണ് വള്ളത്തെ അക്കരെ കിടക്കൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു കുഞ്ഞു മാത്രമല്ല, ഈ ഒരു മോനും ഇവരും ഒക്കെ ഒന്നിച്ചാണ് ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പാലം വളരെ അത്യാവശ്യമാണ്. പാലം മാത്രം പോലെ ഞങ്ങൾക്ക് ഒരു വഴിയും വേണം. ഞങ്ങൾക്ക് വെള്ളമില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അക്കരയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാലം ആദ്യം വരിക, പാലം വന്നതിന് ശേഷം വഴി വേണം. ഞങ്ങൾക്ക് ഒരുപാട് വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും കയറി വരണമെന്ന് ഞങ്ങൾ പറയണില്ല. ഒരു ഓട്ടോ എങ്കിലും ഞങ്ങൾക്ക് വരണം. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ പാടില്ലാതെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പാടില്ലാതെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് പറയണേ. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോ എങ്കിലും കയറി വരണം. അങ്ങനത്തെ ഒരു വഴി ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും അതിന് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റത്തുള്ളൂ. വെള്ളം, പാലം, ഒരു നല്ലൊരു വഴി, ഇത് 3 ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പാലം ഈ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പരാതികളൊക്കെ അധികാരികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ പറയേണ്ടവരോടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവരുടെ ഭാഗത്ത് നമുക്ക് മറുപടി ഒന്നും ചോദിക്കുമ്പോൾ പാലം റെഡിയാക്കി തരാം, പൈസ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇത്ര നാളിനുള്ളിൽ നമുക്ക് ഉടനെ ചെയ്തു തരാം എന്നുള്ള മറുപടി മാത്രമേ അവരിൽ നിന്ന് വരുന്നുള്ളൂ. വഴിയുടെ കാര്യം ചോദിക്കുമ്പോൾ പാലം റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ വഴി എന്നാണ് പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നാളായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷം 1 ആകാൻ പോകുന്നു. ഇപ്പോൾ ഇത് തീരാറായി, എന്നിട്ടും നമുക്കൊരു പ്രയോജനവും ഇല്ല. പറയുമ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി തരാം. കണ്ടത്തിൽ നിന്ന് വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ തോട്ടിൽ വെള്ളം ചള്ളാവും. വെള്ളം ചള്ളായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർഗ്ഗമൊന്നുമില്ല. അലക്കാനും കുളിക്കാനും എല്ലാത്തിനും പൈപ്പ് വെള്ളം, അത് നമുക്ക് എപ്പോഴും വെള്ളവും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് ഇവിടെ കിടക്കുന്ന പ്രദേശത്തുള്ള ആൾക്കാർക്ക്. എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. എന്തായാലും ഈ മോന്റെ കൂടെ ഉണ്ടായിരുന്ന, ഈ അപകടം നടന്ന സമയത്ത് ചേച്ചിയുടെ കുഞ്ഞായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്താണ് ചേച്ചിക്ക് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങൾ വരുമ്പോൾ കുഞ്ഞ് തലകീഴായിട്ട് മറിഞ്ഞ് വീഴുന്നതാണ് ഞങ്ങൾ ആ സമയത്ത് കാണുന്നത്. എന്ത് ചെയ്യണം? ചേച്ചി എടുത്ത് ചാടാൻ പോകുന്നു. ചേച്ചിക്കാണ് ഒന്നത്തെ ശ്വാസം പിടിച്ചു. ചേച്ചിക്ക് അറിഞ്ഞിട്ട് സൗണ്ട് പോലും ഇല്ല. ഞാൻ ഈ കുഞ്ഞിനെ പിടിക്കുമോ, ചേച്ചീനെ പിടിക്കുമോ, ഞാൻ പ്രഗ്നൻ്റ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആ അവസ്ഥയിൽ അറിയാൻ മേല. ആ ചേട്ടന്മാർ ഓടി വന്നുകൊണ്ടാണ് കുഞ്ഞ് രക്ഷപ്പെട്ട് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിത്യേന
ദിവസേന കയറി ഇറങ്ങി പോകുന്ന ഒരു പാലമാണിത്. അവർക്ക് മറ്റ് അവരുടെ ജോലികൾക്ക് പോകുവാനോ അവരുടെ സ്കൂളിലേക്ക് പോകുവാനോ ഒന്നും മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. റോഡുകളോ പാലങ്ങളോ ഒന്നും തന്നെയില്ല. ഈ ഒരു പാലത്തെ ആശ്രയിച്ച് മാത്രമേ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, വെറും പലകത്തടികൾ, തീരെ കനം കുറഞ്ഞ പലകത്തടികൾ ചെറിയൊരു കയറുകൊണ്ട് കെട്ടി അടുക്കി വെച്ചിരിക്കുന്ന ഒരു പാലമാണിത്. അത് ഒരു സൈഡിൽ മാത്രമേ കൈവരിയുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ ദുസ്സഹകരമാണ് ഈ ഒരു കരിമണത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് മുമ്പറിയാം, നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും നേരിട്ടുമൊക്കെ നമ്മൾ കണ്ടതാണ്. കുമരകം കരിമണത്തുണ്ടായ അപകടമെല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു വള്ളം മറിഞ്ഞ് ഒരു പെൺകുട്ടി മരണമടഞ്ഞ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും കരിമണത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയോ പാലമോ എന്തെങ്കിലും എത്രയും വേഗം പണിത് നൽകി വരുന്ന അപകടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ വളരെ ഭയത്തോടു കൂടിയാണ് ആ താഴെ കഴിഞ്ഞ ദിവസം ആ വെള്ളത്തിൽ പോയ കുട്ടി ഉൾപ്പെടെ പിറ്റേ ദിവസം അവന് സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു. ഈ ഒരു പാലം കടന്നു വേണം അവന് സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ ആ പാലത്തിൽ കയറി ഇറങ്ങാനായിട്ട് അവന് പേടിയായതുകൊണ്ട് അവൻ സ്കൂളിലും പോകുന്നില്ലായിരുന്നു. മാത്രമല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ ആ തോട്ടിൽ ശക്തമായ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. ഈ ഒഴുക്കിൽ നിങ്ങൾ കണ്ട പോലെ തന്നെയുള്ള ആ 4 തൂണുകൾ, വളരെ ദ്രവിച്ച അവസ്ഥയിലുള്ള ആ 4 തൂണുകൾ എപ്പോൾ വേണമെങ്കിലും പോയി ഈ ഒരു പാലം മുഴുവൻ പൊളിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. ഇതൊക്കെ മാത്രമല്ല, ഒരു ആശുപത്രി കേസ് വന്നാൽ, എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ്. വള്ളങ്ങളിലൂടെയോ അതുമല്ലെങ്കിൽ 2 വീലറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഉള്ളൂ, അതും ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. വളരെ കഷ്ടമാണ് ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥയും വഴിയുടെ അവസ്ഥയും. മാത്രമല്ല, കുടിവെള്ളം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. ഈ വീഡിയോ അധികാരികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം, അവർക്കൊരു സഞ്ചാരയോഗ്യമായ ഒരു പാലം, ഒരു വഴി ഒക്കെ എത്രയും വേഗം നൽകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കുമരകം കരിമണത്ത് നിന്നും ടീം ജാഗ്രത.